വണ്ടിയും പിടിച്ച് ഞങ്ങൾ മഹാകുംഭമേള കാണാൻ എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് മനസ്സിലായത് ഇന്ത്യ മുഴുവൻ വേണ്ട ഈ ഒരു സ്ഥലത്ത് ഉണ്ട്. ഇതൊരു ശരിക്കും മഹാസംഭവം തന്നെ കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഇന്ത്യ മൊത്തം ഇവിടെ ഉണ്ട്. ഓ എന്തൊരാളാ ഇത്, ഭയങ്കരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒരു തിരക്ക് കണ്ടിട്ടൊന്നുമില്ല. അന്യായ തിരക്കണ്ണ, അന്യായ തിരക്ക്. നമുക്ക് 4 വഴിക്കൂടെ ആൾക്കാർ കയറി ഇറങ്ങുവാണ്. 4 വഴിക്കൂടി കയറി ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ആൾക്കാരുണ്ട്. നമ്മൾ പല സ്ഥലത്തും പോലീസുകാർ ബാരിക്കേഡ് വെച്ച് തടയുക, എങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അവസാനം നടക്കേണ്ടി വരും. ഒരു 6-7 കിലോമീറ്റർ നടക്കേണ്ടി വരും. നമ്മളിപ്പോൾ തന്നെ കുറേ നടന്നു. നമ്മളിപ്പോൾ എത്തും അവിടെ ചെന്നിട്ട് ക്യാമറ ഓപ്പൺ ചെയ്ത് വിചാരിച്ചിരുന്നതാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ 144 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മഹാസംഭവമാണ് ഈ മഹാകുംഭമേള. ഇപ്പോൾ 140 വർഷം എന്ന് പറയുമ്പോൾ കുംഭമേള എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ അമൃത് കടഞ്ഞപ്പോൾ 4 സ്ഥലത്ത് 4 സ്ഥലത്ത് വീണു. അതായത് പ്രയാഗ്രാജ്, മറ്റേ എന്താ പറയുന്നത്, നാസിക്, ഉജ്ജയിനി, പിന്നെ ഉത്തരേന്ത്യയിലുണ്ടായിരുന്നല്ലോ. അങ്ങനെ 4 സ്ഥലമുണ്ട്. അതേ നമുക്കറിയത്തുള്ളൂ. അങ്ങനെ ഒരു സ്ഥലമാണ് ഇത്. പിന്നെ വർഷത്തിൽ എല്ലാ വർഷവും നടക്കാറുണ്ട് അത് കുംഭമേള. പിന്നെ 6 വർഷത്തിലേക്ക് അർത്ഥ കുംഭമേള നടക്കാറുണ്ട്. പിന്നീട് 12 വർഷത്തിലേക്ക് പൂർണ്ണ കുംഭമേള നടക്കാറുണ്ട്. അതിപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നത്. എന്നിട്ട് ഈ 12 വർഷത്തിലേക്ക് വെച്ച് നടക്കുന്നത് ഈ പ്രയാഗ്രാജത്ത് മാത്രമേ നടക്കത്തുള്ളൂ. അങ്ങനെ ഈ 12x12, അതായത് വ്യാഴം മറ്റേ സൂര്യനെയും കണ്ട് പരിക്രമണം ചെയ്യുന്ന ഒരു ഫുൾ ഇയർ, അതാണ് 12 വർഷം എന്ന് പറയുന്നത്. അങ്ങനെ ഇവർക്ക് ഒരു വർഷമായി 4 നവരാത്രിയോ അങ്ങനെ എന്തോ ഉണ്ട്. അങ്ങനെയൊക്കെ സംഭവം ഉണ്ട് ഇതിനകത്ത്. ഫുൾ ഡീറ്റെയിൽ നമുക്ക് അറിയത്തില്ല, അറിയാവുന്നതൊക്കെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും അങ്ങനെ 147 വർഷത്തിൽ ഒരിക്കലാണ് ഈ സംഭവം വരുന്നത്. ഇത് നമാമി ഗംഗയുടെ പവലിയനാണ്. ഇതുപോലെ കുറേയധികം എക്സ്പീരിയൻസ് സെൻറ്ററുകൾ നമുക്കിവിടെ ഉണ്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കുറേയധികം പവലിയനിലൊക്കെ നമുക്ക് നടന്ന് കാണാൻ പറ്റും. പക്ഷേ ഭയങ്കര രസമാണ്. കുറേയധികം പവലിയനിലൊക്കെ നല്ല രസമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ പവലിനൊക്കെ ഭയങ്കര രസമാണ് നടന്ന് കാണാനായിട്ട്. നമുക്ക് സമയമുണ്ടെങ്കിൽ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, നടന്ന് തന്നെ കാണാം. വരുന്നൊരു ഇതുപോലൊരു മാസ് ട്രാൻസ്ഫോർമേഷൻ, കാരണം ഭയങ്കര പൊടിയാണ്, നമുക്ക് ജലദോഷം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത്രയും കോടിക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ. അപ്പോൾ എന്തായാലും ഒരു മാസ്ക് ഇട്ടുകൊണ്ട് മാത്രമേ നടക്കാവൂ. അപ്പോൾ ഏകദേശം 400 ഏക്കറുണ്ട് നമ്മുടെ ഈ പൂര നഗരി എന്ന് പറയുന്നത്. അപ്പോൾ പല സെക്ടറുകളായിട്ടാണ് ഇതിനെ വിഭജിച്ചിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് സെക്ടറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മീഡിയ സെൻറ്ററുകൾ, പാർട്ടി സ്പേസുകൾ, അങ്ങനെയുള്ള കുറേയധികം സ്പേസുകളുണ്ട്. പിന്നീട് സെക്ടർ 6 തൊട്ട് 10 വരെയൊക്കെ നമുക്ക് ഫ്രീ ഡോർമെട്രീസ് അവൈലബിൾ ആണ്. നമ്മുടെ അമൃതാനന്ദമയി ആശ്രമത്തിൻ്റെയൊക്കെ ഡോർമെട്രീസ് അവൈലബിൾ ആണ്. നമ്മൾ ഇന്നലെ അങ്ങനെ ഡോർമെട്രി, അമൃതാശ്രമത്തിൻ്റെ ഡോർമെട്രിയാണ് താമസിച്ചത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡോർമെട്രി താമസിച്ചുകൊണ്ട് നമുക്ക് ഈ കുംഭനഗരി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നീട് നമ്മുടെ സെക്ടർ 20, 21, 22-ലൊക്കെയാണ് നമ്മുടെ സ്വാമിമാരൊക്കെയുള്ള നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അഖാഡാസൊക്കെ ഇല്ല, അഖാഡാസൊക്കെ ആ സെക്ടറിലാണ് വരുന്നത്. നമുക്ക് ഈ കുംഭനഗരി ഫുള്ള് ഇങ്ങനെ നടന്നു കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 2-3 ദിവസം കൊണ്ട് ഫുള്ളായിട്ട് കണ്ടു തീർത്തിട്ട് നമുക്ക് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിനി നേരെ സംഘത്തിലേക്കാണ് പോകുന്നത്. സംഘത്തിലേക്ക് പോകാൻ വേണ്ടി ഒരു ബോട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ അടുത്ത സരസ്വതി ഘട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അപ്പം മെയിൻ സംഘം ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര ക്രൗഡാണ്. അത് മാത്രമല്ല എല്ലാ ദിവസവും നമ്മുടെ തിരക്കൊക്കെ കാരണം ചിലപ്പോഴേക്ക് ബോട്ടിങ് നിർത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സരസ്വതി ഘട്ടിൽ നിന്നും ബോട്ടിങ് കിട്ടും, അല്ലെങ്കിൽ ബോട്ട് ക്ലബ്ബിൽ നിന്നും ബോട്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് സരസ്വതി ഘട്ടാണ് അടുത്തത്. അതുകൊണ്ട് ഞങ്ങൾ സരസ്വതി ഘട്ടിലേക്ക് പോവുകയാണ് ബോട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മുടെ ഈ നാട്ടിലുള്ള, അതായത് ഇന്ത്യയിലുള്ള സകല ആശ്രമങ്ങളും ഈ പറയുന്ന ഈ 400 ഏക്കറിനകത്ത് ടെൻറ്റ് സർവീസും പിന്നെ ഫ്രീ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങൾ, അക്കോമഡേഷന്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് ആ സ്നാനത്തിൻ്റെ ദിവസം അല്ലാത്ത സ്നാനങ്ങളുണ്ട്. 4 ദിവസം കൂടി ഇരിക്കുമ്പോൾ കണക്ക് കൂട്ടിയാൽ മതി. അങ്ങനെ അതല്ലാത്തതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിലേക്കൂടെ നടക്കാൻ പോലും പറ്റത്തില്ല. വാരണാസിയിലൊന്നും ഞങ്ങൾക്ക് കാലുകുത്താനുള്ള ഇടവൊന്നുമില്ല. അതെന്തോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഈ നമ്മുടെ ഈ ഇപ്പുറത്ത് കാണുന്ന ഈ ബോർഡ് വെച്ച് മറിച്ചേക്കുന്ന എല്ലാം ടെൻറ്റും കാര്യങ്ങളുമാണ്. ഓരോ ആശ്രമത്തിന് ഓരോ ടെൻറ്റുണ്ട്. അപ്പം ഞങ്ങൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. മലയാളികളായതുകൊണ്ട് ഞങ്ങൾക്കൊരു പരിഗണനയും കൂടെ കിട്ടി.
എന്തായാലും ഞങ്ങളിനി അവിടുത്തെ കാഴ്ചകൾ നമ്മളെ കാണിച്ചു തരാം, സർവീസും കാര്യങ്ങളും. അപ്പോൾ 28 വരെയാണ്, അതിന് മുമ്പ് വന്ന് കാണാൻ പറ്റും. 28-നൊക്കെ സമയത്ത് ഇവിടെ ഇങ്ങോട്ട് അടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശിവരാത്രി നോക്കിയേ വേണ്ട, ശിവരാത്രി സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ. നോക്കിയേ വേണ്ട. ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വന്നാ. പക്ഷേ 26-ന് ശേഷം കുറച്ച് ദിവസം കൂടെ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും തിരക്കുണ്ടാവില്ല അപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ. ജസ്റ്റ് നമുക്ക് ആ ഒരു മേള എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യാം. തിരക്കും കുറവായിരിക്കും 26-ന് ശേഷം. ഇത് തിരക്ക് കുറവാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ വന്ന ആ സംഘം ഏരിയയിലോട്ടൊന്നും നമുക്ക് കാല് കുത്ത ഇടവില്ലാത്ത രീതിയിലാണ്. ഇതുപോലുള്ള ഓരോ ചെറിയ ആശ്രമങ്ങളും അതിന്റെ എല്ലാം ഒരു മോഡലുകളാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ തന്നെ ചില ആഘോഷങ്ങൾ നടക്കാറില്ലേ, അതിൻ്റെ ഒരു മെഗാ സ്കെയിലുള്ള സംഭവം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ലോക്കലായിട്ടുള്ള ഒരുപാട് ടേസ്റ്റുകളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് മീട്ടപ്പാനാണ്. അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളുടെ മുറുക്കാനകത്ത് കുറച്ച് മധുരം ചേർക്കും, ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ചേർക്കുന്നു. അപ്പോൾ അതിന് ശേഷം വേണ്ട ഇതുപോലെ നമ്മൾ നടന്ന് വേണം പോകാനായിട്ട്. ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലത്തെ പ്രൈവറ്റ് വണ്ടികളും മറ്റുള്ള എല്ലാ വണ്ടികളും അവർ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് ടാക്സികളാണ്. അതായത് ഈ മുമ്പിലിരുന്ന് ഓടിക്കുന്ന ചേട്ടനാണ് അതിൻ്റെ ഉടമസ്ഥൻ, ബാക്കി പുറകിലിരിക്കുന്നതെല്ലാം നമ്മുടെ സ്വന്തം ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പെർ ഹെഡ് പിന്നെ റഷ് അനുസരിച്ചായിരിക്കും അവർ ചാർജ് മുടക്കുന്നത്, ചോദിക്കുന്നത്. അപ്പോൾ ഒരു 100 തൊട്ട് ചിലപ്പോൾ 500 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3-4-5 കിലോമീറ്റർ പുറത്ത് വേണം ചിലപ്പോൾ ഒരു ഘട്ടിൽ നിന്ന് മറ്റൊരു ഘട്ടിലേക്ക് നമുക്ക് നടന്നു പോകാൻ. അപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ നമ്മളുടെ റൂമിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മളൊരു ബൈക്ക് റെൻറ്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബൈക്ക് റെൻറ്റ് സർവീസ് വേറെയുണ്ട്. അപ്പം ഈ തിരക്കിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് ഇതുപോലത്തെ തന്നെ ഒരു ബൈക്ക് ടാക്സികൾ വെച്ച് നമ്മൾ പോവുകയാണെങ്കിൽ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന ലക്ഷ്യം എല്ലാവരും വരുന്നത് പറഞ്ഞാൽ സംഘത്തിലൊന്ന് മുങ്ങി കുളിക്കുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഗവൺമെന്റ് തന്നെ അലോ ചെയ്യുന്ന ഒരു പോർട്ടുണ്ട്. അപ്പം അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരാൾക്ക് 1000 രൂപയാണ്. എത്ര തിരക്കുണ്ടെങ്കിലും 1000 രൂപയുള്ളൂ. അല്ലാതെ ഇവരല്ലാതെ ലോക്കൽസ് ആണ്. പക്ഷെ നമ്മൾ അന്വേഷിച്ചാൽ അറിഞ്ഞത് ഇല്ലീഗലായിട്ടാണ് അവർ ചെയ്യുന്നത്. നമുക്ക് സേഫ്റ്റി ഒക്കെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചോണ്ട് വേണം ചെയ്യാനൊക്കെ. അപ്പൊ അവിടെ പെർ ഹെഡ് 2500 അവർക്ക് തോന്നിയതാണ്. 15,000 രാവിലെ 6 മണിക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 200-300 രൂപയ്ക്ക് കാര്യം നടക്കും. ഈ ഭയങ്കര തിരക്കുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ 2500-3000 അവർ പറയുന്നതാണ് റേറ്റ് എന്ന് പറയുന്നത്. ഒരു ശകലം പോലും കുറയ്ക്കത്തുമില്ല. പിന്നെ ഇവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് 1200 രൂപയെ കാണിക്കുന്നുള്ളൂ. പക്ഷെ ഓഫ്ലൈനായിട്ട് പെർ ഹെഡ് 3000 ആണ് പറയുന്നത്. 3 ഇരട്ടി അല്ലേ? 3 ഇരട്ടി ഒറ്റയടിക്ക് അവന്മാർ പിടുങ്ങുക. അതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈൻ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റത്തേ ഇല്ല. ഇവിടെ വന്ന് ഓഫ്ലൈനായിട്ട് ടിക്കറ്റ് എടുക്കണം. ഒരു 7 മിനിറ്റ് റൈഡാണ് ഉദ്ദേശിക്കുന്നത്. അതാണ്ട് വരുന്നുണ്ട് സംഭവം. 7 മിനിറ്റ് ഓൺ എയർ കിട്ടും. ഈ കുംഭമേള സൈറ്റ് മുഴുവനായിട്ട് ഫുള്ളായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് വരുന്ന നമ്മുടെ ഇന്ത്യക്കാരോടൊപ്പം ഞങ്ങൾ കുംഭമേളയിൽ ഇങ്ങനെ ഈ തിരക്കിൽ ഇങ്ങനെ അലിഞ്ഞ് ഗംഗയിലേക്ക് ഞങ്ങളിങ്ങനെ അലിഞ്ഞ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതെങ്കിലും ഒരു വഴി കൂടെ സെക്ടർ 20-കളിലെത്താം. നമ്മുടെ അഖാഡയുള്ള സെക്ടറുകളിലെത്താം. അങ്ങനെ സെക്ടറുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്കുണ്ട്. രാവിലെ ജസ്റ്റ് ഒരു സ്നാനത്തിൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയി നമ്മൾ പെട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിനിയും അങ്ങനെ സമയം കൊള്ളാമെന്നെല്ലാം വിചാരിച്ചു. ഇവിടെ വരുവാണെങ്കിൽ രാവിലെ തന്നെ ഒരു 7 മണിക്ക് മുമ്പ് സ്നാനം കഴിയണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടുപോകും. ഭയങ്കര തിരക്കായതിനു ശേഷം അത് സീസൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണല്ലോ, കുംഭമേള ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തോന്നുന്ന പൈസ കേട്ടോ, ഭയങ്കര പൈസയാണ്. ഇവന്മാർ ഒരാൾക്ക് 2500 രൂപയ്ക്കാണ് ചോദിക്കുന്നത് ഈ സംഘത്തിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട്. തിരക്കുള്ളപ്പോഴേ പറയാനുണ്ടോ 3000-5000, പക്ഷെ അത് ചോദിക്കുന്ന പൈസ കൊടുക്കാൻ ആളുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ആൾക്കാർക്ക് എങ്ങനെ സംഘത്തിലെത്തുക എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അഖാഡയിലെത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അഖാഡയിൽ നമുക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. സെക്ടറുകളിലോട്ടൊക്കെ കിടക്കുമ്പോൾ തന്നെ നമ്മളുടെ ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ട് നിൽക്കുന്ന നമ്മളുടെ സ്വാമിമാരെയൊക്കെ കാണാൻ തുടങ്ങും. അത് ആക്ച്വലി നമ്മുടെ പ്രോപ്പറായിട്ടുള്ള വഴിയിൽ മാത്രമേ ഇവരെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രാവിലെ തന്നെ നമ്മൾ താമസിച്ചിടത്ത് പോകാൻ ശ്രമിക്കണം. ഉച്ചയാകുമ്പോഴത്തേക്കും അവർ പോകുന്നത് അവരെ പറഞ്ഞ കാര്യമില്ല.
അങ്ങനെ തന്നെ ഞങ്ങൾ സംഘം ഘട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഒട്ടും തിരക്കില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സ്നാനഘട്ടങ്ങളാണ് ഇവിടെ മുഴുവനായിട്ട്. ഒരുപാട് സ്നാനഘട്ടങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ മെയിൻ സ്നാനഘട്ടമാണ് ഇവിടെ നമ്മുടെ ഗംഗ യമുന സരസ്വതി ചെയ്യുന്ന സംഘം, ത്രിവേണി സംഘം. ഇവിടെ എല്ലാ വഴിയും കെട്ടി അടച്ച് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. നമ്മളോട് അമേരിക്കയിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ ടെമ്പററി ബ്രിഡ്ജസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വലിയ ഉരുളയില്ലേ, അതിനകത്തോടെ ഈ സാധനം അടിച്ചിട്ടേക്കാണ്. സോളോ സ്റ്റീൽ ട്യൂബ്സ് ആണല്ലോ, പക്ഷേ സ്ട്രെങ്ത് ആണ്. നമുക്ക് ഇങ്ങനെ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ ഗംഗയുടെ ലെഫ്റ്റ് സൈഡിലാണ് 1 മുതൽ 10 വരെയുള്ള സെക്ടറുകൾ. പ്രധാനമായിട്ടും നമ്മുടെ ഫ്രീ സ്റ്റേസ്, ഈ അഡ്മിനിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെ കാര്യങ്ങളുടെ 1 മുതൽ 10 വരെയുള്ള സെക്ടറുകൾ. നദിയുടെ അപ്പുറത്തെ സൈഡിലാണ് 10 മുതൽ 20 വരെയുള്ള സെക്ടറുകൾ. ഈ സംഘത്തിൻ്റെ ഒരു ത്രികോണാകൃതിയുള്ള സ്ഥലമുണ്ട്, അവിടെയാണ് 22 മുതൽ 25 വരെ ഉള്ളത്. അത് സ്പെഷ്യൽ ഒരു എസ്കേപ്പ് റൂട്ട് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 10 മുതൽ 20 വരെ ഉള്ളതിലൊക്കെയാണ് ഈ അഖാഡകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്, സ്വാമിമാർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ 13 അഖാഡകളാണ് മെയിനായിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ജൂന അഖാഡ എന്ന് പറയും. അപ്പോൾ ഒരു 20ാമത്തെ സെക്ടറിലാണ് അവരുടെ ഒരു ഇതുള്ളത്, എന്തൊരു പറയുന്ന ആശ്രമമുള്ളത്. അപ്പോൾ എല്ലാ അഖാഡകളിലെ വിസിറ്റ് ചെയ്യേണ്ടി പോകുന്നതാണ്. ഇതെല്ലാം സംഘത്തിൻ്റെ ഭാഗമാണ്. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് പോയി കഴിഞ്ഞാൽ സംഘം എത്തും. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ജൂന അഖാഡ ലക്ഷ്യമാക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഘാട്ടുകൾ ഉണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അതിനപ്പുറം അവിടെ വരെ ഒന്ന് കുളിക്കാൻ പറ്റും. ഇതൊക്കെ ഭയങ്കര ആഴമാണ് ഗംഗയ്ക്ക്. അങ്ങനെ നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മുടെ ജൂന അഖാഡ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾ റിവറൊക്കെ ക്രോസ് ചെയ്തു. ഇനി നമ്മുടെ അഖാഡകളിലെ വിസിറ്റിലേക്ക് പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിൽ കാണുന്നതാണ് ജൂന അഖാഡ. ഇവിടെ നമ്മൾ സ്റ്റേ ചോദിച്ചിരുന്നു, പക്ഷേ തിരക്കായതുകൊണ്ട് കിട്ടിയില്ല. നമ്മൾ നേരത്തെ വിളിച്ച് പറയണമെന്നത് പറഞ്ഞില്ല, അതുകൊണ്ട് അവിടെ സ്റ്റേ കിട്ടിയില്ല. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അഖാഡയിലേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയി അവിടുത്തെ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ നാഗാ സന്യാസിമാരെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മൾക്കൊരു സംശയം ഉണ്ടായിരുന്നു കിട്ടുമെന്നുള്ളത്. കാരണം സ്നാനത്തിന്റെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി 2-3 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുന്ന കുറച്ച് നാഗാ സന്യാസിമാരെ നമ്മൾ കാണിച്ചു തരാം. സ്വാമി പൂർണ്ണ നഗ്നനാണ്. അവിടെ നിന്ന് ഉറങ്ങുന്ന ഒരു സ്വാമിയുണ്ട്. ഉറങ്ങുന്ന സ്വാമിയുടെ നിന്നുകൊണ്ടിറങ്ങുന്ന സ്വാമിയുണ്ട്. എവിടെ ആ സ്വാമി നിന്നുകൊണ്ടിറങ്ങുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അഖാഡകളിൽ മാത്രമല്ല അതിൻ്റെ പുറത്ത് ആയിട്ടും ഒരുപാട് പേര് ഇതുപോലെ സ്റ്റേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോരുത്തരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും. വേണ്ട ഈ ഇരിക്കുന്ന പുള്ളി വൈറലായിരുന്നു. പുള്ളി ഇങ്ങനെ കൈ താക്കത്തില്ല, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നെയിൽസ് ഭയങ്കര ലെങ്ത്തിൽ കിളിച്ചിറങ്ങിയിട്ടുണ്ട്, കൈ താക്കത്തില്ല. പിന്നീട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നിന്നുകൊണ്ട് ആണ് ഉറങ്ങുന്നത്, കിടന്നു ഉറങ്ങാറില്ല, നിന്നുറങ്ങുന്ന രീതിയിൽ പിന്നെ ഇതുപോലെ ഇവരുടെ അടുത്തേക്ക് അവർക്കെല്ലാം നമ്മൾ ദക്ഷിണ സമർപ്പിക്കുകയാണെങ്കിൽ അവരിങ്ങനെ മാറിയ വർത്താനം എല്ലാം നമുക്ക് പറയും. അങ്ങനെ ഒരുപാട് രീതികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടുതലും നമ്മൾ അഖാഡകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്യാസിമാരാണ് തന്നെ നമ്മുടെ സേഫ്റ്റിക്ക് അപ്പോൾ ഈ ഒരു ഫെസ്റ്റിവലിനായിട്ട് ഒരുങ്ങുന്നത് 13 അഖാഡകളാണ്. അഖാഡകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നത് പോലെ ആശ്രമമാണ്. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് സന്യാസിമാരുണ്ട്. അപ്പോൾ അവർ കുറച്ച് പേരെയാണ് ഞങ്ങളിപ്പോൾ നേരത്തെ കാണിച്ചത്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഇനിയും ആൾക്കാരുണ്ട്, ഞങ്ങൾ ഇനിയും കാണിച്ചു തരാം. അവരൊക്കെ ഇങ്ങനെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ എടുക്കുകയൊക്കെയാണ്. ചിലർ പൈസ ഡിമാൻഡ് ചെയ്യും, ചിലരതൊന്നുമില്ല. ചിലർക്ക് ഭയങ്കര രസകരമായിട്ടാണ് ചെയ്യുന്നത്. നമ്മളുള്ള US പുള്ളിക്കാരനെയൊക്കെ വിളിച്ചിരുത്തി ഇതേ കൊടുത്തിട്ട് പുള്ളിയുടെ കണ്ണടിയൊക്കെ എടുത്ത് വെച്ച് വരുന്നു. പക്ഷേ രസമായിട്ടാണ്, പൈസ ചോദിച്ചൊന്നുമില്ല, ചുമ്മാ രസത്തിന് വേണ്ടി. അത് നമുക്കിനി അങ്ങോട്ടേക്കൊക്കെ പോയി നോക്കാം. നല്ല
തിരക്കായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് രാത്രി ആകുമ്പോഴാണ് ഇവർ ആക്റ്റീവ് ആവുന്നത്. നമ്മളീ പറഞ്ഞ നാഗാ സന്യാസിമാർ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ അവരെല്ലാം റെസ്റ്റ് എടുക്കാറ്, കൂടുതലും കിടന്നുറങ്ങിയൊക്കെ ചെയ്യാം. നമ്മളങ്ങനെ നടന്ന് ജൂനിയർ അഖാഡ എത്തിയിട്ടുണ്ട്. ഈ 13 അഖാഡകളിൽ ഏറ്റവും പഴയതും ഏറ്റവും വലുതുമായിട്ടുള്ള അഖാഡകളാണ് ജൂനിയർ അഖാഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാഗാ സന്യാസികൾ കാണാൻ പറ്റുന്നത് ജൂനിയർ അഖാഡയിലാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഇരിക്കുകയെല്ലാം തന്നെ ദിഗംബര സെക്ട്, നാഗാ ഇതിൽ തന്നെ ദിഗംബര സെക്ടാണ്, ഒരു വസ്ത്രം ധരിക്കാറില്ല. അപ്പോൾ അങ്ങനത്തെ സന്യാസിമാർ ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ അങ്ങനെ കാണുന്നവരൊക്കെ ജൂനിയർ അഖാഡയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാമിയെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളാണ് ഈ അഖാഡയിൽ കാത്തതെന്ന് പറയുന്നത്. പിന്നീട് ഇവിടെ പ്രാർത്ഥനകൾ, അവരുടെയായിട്ടുള്ള ഹോമങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അഖാഡകൾ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാത്തിനും വീഡിയോ ഒന്നും പകർത്താൻ പറ്റില്ല. അപ്പോൾ 1-2 ദിവസം കൊണ്ടൊന്ന് കണ്ടുതീർക്കാൻ പറ്റുന്നതല്ല പ്രയാഗ്രാജിലെ ഈ കുംഭമേളയുടെ കാഴ്ചകളെന്ന് പറയുന്നത്. വരിക ഒരു 3-4 ദിവസം എടുത്ത് കഴിഞ്ഞാൽ അഖാഡകളിലോ ആശ്രമങ്ങളിലോ പഠനശാലകളിലോ ഡോർമെറ്ററിലൊക്കെ താമസിച്ച് നമുക്ക് ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് നമ്മുടെ കുംഭമേള എന്ന് പറയുന്നത്. ഈ ഒരു കുംഭമേള എന്ന് പറയുന്നത് ഇപ്പം വളരെ റീസെൻ്റായിട്ടാണ് നമ്മുടെ മലയാളികൾക്കിടയിൽ അധികം ഒരു ചർച്ചാ വിഷയമായിട്ട് മാറിയത്. ഇത് ആക്ച്വലി നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ഉത്സവമായിട്ടുള്ള ഇതാണ്. കാരണം കൂടുതലും അവർ ഡിവോട്ടീസാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അവരിതുപോലെ ത്രിവേണി സംഗമത്തിൽ കുളിക്കാനും അതുപോലെ തന്നെ ഈ അഖാഡകളിലുള്ള ഈ സന്യാസിമാരുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാനൊക്കെ ആയിട്ടാണ് അവർ വരുന്നത്. നമ്മൾ ഭയങ്കര റെയറായിട്ടായിരുന്നു മലയാളികളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ റീൽസിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായ ആ ഒരു ഇൻഫ്ലുവൻസ് കാരണമാണ് ഇത്രയധികം ആളുകൾ ഈ ഒരു വശത്തേക്ക് എത്തുന്നത്. എന്നിരുന്നാൽ പോലും ഈ ഒരു തിരക്കിൽ ഞങ്ങൾ അധികം മലയാളികളെ കണ്ടില്ല, എന്നാലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് യജ്ഞശാലകൾ, യാഗശാലകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് അനുഭവങ്ങളാണ് ഈ കുംഭമേളയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മൾ ഈവൻ ഇറ്റ് ഈസ് ഹിന്ദുസം ആണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ഒരു കൾച്ചറും റിച്വൽസും എന്നൊക്കെ പറയുന്നത്. നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത്രയും വലിയൊരു യാഗശാലയൊക്കെ അധികം അങ്ങനെ കാണാനേ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ അവർ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർമി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ചുറ്റിനും നമുക്ക് വേണ്ടി, നമ്മളുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച ഒരുപാട് സോൾജേഴ്സിൻ്റെയൊക്കെ ഇത് അവരുടെ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ഇവിടെ ഉണ്ട്. കുംഭമേളയിൽ വരെ തൊഴാൻ വരുന്ന ആർമി, അത് അവരുടെ ഫാമിലിയുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിയുള്ള സെപ്പറേറ്റ് ടെൻ്റൊക്കെ ഉണ്ട്. അതിന് അപ്പുറത്തെ സൈഡ് അതിലെല്ലാവരും ഭാഗമുള്ളത്. അപ്പോൾ ഈ കുംഭമേളയിലൊക്കെ നമ്മുടെ ആർമി, നമ്മുടെ ജവാന്മാരെയൊക്കെ കാണിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നു. ഈ ഒരു കുംഭമേളയ്ക്ക് നമുക്ക് ഒരുപാട് സൗകര്യങ്ങളാണ് ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ കേട്ട ന്യൂസിൽ നമ്മൾ പലരും പരിഭ്രാന്തരായി, ഒരുപാട് ടിക്കറ്റൊക്കെ ക്യാൻസലായി എന്നൊക്കെ നമ്മൾ കേട്ടു. നമ്മുടെ കൂട്ടുകാരെ ഒരുപാട് പേര് വരുന്നില്ല എന്ന് നമ്മളോട് പറഞ്ഞു. എന്നാലും ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഒരുപാട് കുംഭമേള നഗരിൽ പലയിടത്തും അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇസ്കോണിൻ്റെ സെക്ടർ 19 ഇസ്കോണും അദാനി ഗ്രൂപ്പും ചേർന്ന് നടത്തുന്ന അന്നദാനം. ഏറ്റവും മികച്ച ഫുഡാണ് നമുക്ക് ഈ പൂരനഗരിയിൽ കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച ഫുഡാണ്. അതിനോടൊപ്പം തന്നെ ഇസ്കോണിൻ്റെ ക്യാമ്പും ഉണ്ട്. അപ്പോൾ അകത്ത് അവരുടെ ആയിട്ടുള്ള കൃഷ്ണഭക്തിയാണല്ലോ അവരുടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ അവരെ നമ്മളെ പിടിച്ച് ഡാൻസ് ചെയ്യിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അകത്ത് ഭയങ്കര ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ്. ഭജന ചെയ്യാനുള്ള അങ്ങനെയുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട്. എല്ലാത്തിനുള്ള സൗകര്യം ഇസ്കോണിന് തന്നെ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മുടെ സെക്ടർ 22 അടുത്തുള്ള നോസ് എന്ന് പറയുന്ന ഏരിയ വന്നു കഴിഞ്ഞാൽ അവിടെ സംഘം കെട്ടുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ 150 രൂപ 200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ത്രിവേണി സംഗമത്തിലെത്തിക്കും. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാനുള്ളതായിട്ടുള്ള വഴിയാണ്, ത്രിവേണി സംഗമത്തിൽ പോകാനുള്ള വഴിയാണിത്. അപ്പോൾ സംഗമത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് കുളിക്കാനൊക്കെ പറ്റും. മറ്റേ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ പറഞ്ഞ റൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ട് ക്ലബ്ബിൽ നിന്നും അലഹാബാദ് കോട്ട ഉൾപ്പെടുന്ന ഒരു വിനോദസഞ്ചാരം കൂടെ ഉള്ള ഒരു പാക്കേജാണിത്. കാരണം അത്രയും ദൂരമുണ്ട്, ഏകദേശം 7 കിലോമീറ്ററുണ്ട്. ഇത് വളരെ കുറച്ച് ദൂരമുള്ളൂ, ഏകദേശം 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സംഘത്തിലേക്ക്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സംഘത്തിലെത്താനും മറ്റും പറ്റും. മറ്റേത് കുറച്ചുകൂടി അലഹാബാദ് കോട്ട ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കാണാനും ഗംഗയും യമുനയും മിക്സ് ചെയ്യുന്നതൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ റൂട്ടും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഈ ഒരു 144 വർഷത്തിൽ കൂടിയിരിക്കുന്ന ഒരു കുംഭമേള കൊണ്ട് കുംഭമേള ഒതുങ്ങുന്നില്ല. കുംഭമേളകൾ എന്താ പറയുക, 4 വർഷം 6 വർഷമൊക്കെ കൂടിയിരുന്നൊക്കെ ഇവിടെ നടക്കാറുണ്ട്. അപ്പം ഇതല്ലെങ്കിൽ വരുന്ന കുംഭമേളകൾക്കൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക. ഓക്കെ.